നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി NG പ്ലസ് ക്രൂഡ് ഓയിലിൻ്റെ എല്ലാ ജനറൽ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് ഇന്നത്തേക്കാണ് നാളത്തേക്കാണ് എല്ലാത്തിനും യൂസ് ചെയ്യാൻ നമുക്ക് അനാലിസിസ്. ഓക്കെ, ലൈവ് മാർക്കറ്റിലാണ്. ബട്ട് യെസ്, എത്ര ദിവസമായിട്ട് എനിക്ക് ടൈം കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു. സോ നമുക്കിനി എന്തായാലും ഈ അനാലിസിസ് നോക്കാം. ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്തായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. ഇത്രയ്ക്ക് ഒരു അനാലിസിസ് ലെവൽസ് ആയിരുന്നു. ഈ ഒരു ഏരിയയിൽ എല്ലാവരും ബിയറിഷ് ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ ആ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ചെയ്യുക ആ വീഡിയോ. ഇറ്റ് മീൻസ് ആ ഒരു ഏരിയയിൽ ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ആൻഡ് പ്രൈസ് എന്ത് ചെയ്തു, സ്മോൾ ടൈം ഫ്രെയിമിൽ ഈ ഒരു ചാനൽ കൂടി കൊടുത്തായിരുന്നു. ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ചാനൽ പ്ലസ് സ്മോൾ ടൈമിൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് മോസ്റ്റ്ലി ചാൻസസ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാനുള്ള ചാൻസസ്. ആൻഡ് പ്രൈസ് ഇവിടുന്ന് നല്ലപോലെ ഒരു റാലിയാണ് ഇപ്പോൾ തന്നേക്കുന്നത്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇത് സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ബിഗർ ടൈം ഫ്രെയിം വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. റൈറ്റ്, ബിഗർ ടൈം ഫ്രെയിമിൽ ഞാനിപ്പോൾ ഇത് കൗണ്ട് ചെയ്യുന്നത് മേ ബി ഇത് 1 2 3 4 5 ആയിട്ട് പോകും, ഓർ A B and C. ഓക്കെ, ഡിഫറെൻറ്റ് സിനാരിയോസ് ഉണ്ട്. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇത് A B or 1 2 3 എങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാം അപ്കമിങ് ടൈമിൽ. അങ്ങനെ 4 പിന്നെ 5 അങ്ങനെ ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരണം, ഈ ഒരു ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് തരണം. എന്നിട്ട് നമുക്ക് ക്ലിയർ ആവുള്ളൂ പ്രൈസ് ABC ആണോ ഓർ പ്രൈസ് 1 2 3 ആയിട്ടാണോ പോകുന്നത്. അത് നമുക്ക് അപ്പോഴേക്കും അത് ക്ലിയർ ആവുള്ളൂ. സോ പ്രൈസ് ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നു. ഓക്കെ, തിരിച്ച് കയറുന്നുണ്ട്. ബട്ട് ബിഗർ ടൈം ഫ്രെയിമിൽ സ്റ്റിൽ ആ ഒരു ചാനലിൻ്റെ അകത്താണ്. ബിഗർ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ മേളിലത്തെ ഒരു റെസിസ്റ്റൻസ് 24,600 ഇതിൻ്റെ ബ്രേക്ക് ഔട്ട്, ഇതിൻ്റെ അബവ് പ്രൈസ് പോയാലേ നമുക്കൊരു ബുള്ളിഷ്നെസ്സിൻ്റെ കൺഫർമേഷൻ കിട്ടുള്ളൂ. ഫസ്റ്റ് ഈ ചാനലിൽ ബ്രേക്ക് ഔട്ട് തരണം. ഓക്കെ, ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരണം ഫസ്റ്റ്. ദെൻ അത് 24,600 അബവ് പ്രൈസ് പോകണം 1 hour ടൈം ഫ്രെയിമിൽ മിനിമം. ദെൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രൈസ് ഓവറോൾ ബുള്ളിഷായി അല്ലെങ്കിൽ സ്റ്റിൽ സൈഡ് വേസ് ടു ബുള്ളിഷ് ആണെന്ന് പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. സോ 2-3 സിനാരിയോസ് ആണ്. ചാനലിൻ്റെ അകത്താവുന്നവരെ, ചാനലിൻ്റെ അകത്താണെങ്കിൽ പ്രൈസ് സ്റ്റിൽ ബേരിഷ് ആണെന്ന് പറയാം. ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ബുള്ളിഷ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പോവുക. ആൻഡ് 24,600 അബവ് പോയാൽ ദാറ്റ് മീൻസ് പ്രൈസ് ബുള്ളിഷായി ബിഗർ ടൈം ഫ്രെയിമിൽ. നൗ ഈസി ടു മൂവ് ഫോർ ദ അപ്സൈഡ് ഡയറക്റ്റ്ലി. നല്ല ഗുഡ് മൂവ് നമുക്ക് കിട്ടും. ബിഗർ ടൈം ഫ്രെയിമിൽ ആ ഒരു സിനാരിയോയിൽ ഇൻ കേസ് ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ, കാരണം നെക്സ്റ്റ് വീഡിയോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമെന്ന് അറിയില്ല. ബട്ട് യെസ്, ഞാൻ ഓൾമോസ്റ്റ് ഫ്രീ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. മേ ബി ഈ വീക്ക് ഫുള്ളിൻ്റെ തിരക്ക് ഈ റെഗുലർ അപ്ഡേറ്റ് ഞാൻ തുടങ്ങും പിന്നെ. സോ നമുക്ക് എന്നാലും നോക്കാനും പിന്നെ റെഗുലർ വീഡിയോസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാട്ടോ. സോ ദ പ്രൈസ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇൻ കേസ് ബ്രേക്ക് ഔട്ട് തന്നെയാണ്. സോ പ്രൈസ് ഇത് കണ്ട. സോ നമ്മുടെ 38.20% ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, സോ 50% 61.80%. സോ അതാണ് 61.80% നല്ല ഒരു കട്ട റെസിസ്റ്റൻസ് സോണാണ്. റൈറ്റ്, ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഏരിയ നല്ല റെസിസ്റ്റൻസ് സോണാണ്. സോ മേ ബി പ്രൈസ് ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. നോക്കൂ. ഓക്കെ, അങ്ങനെ ഉണ്ടോ? സോ പ്രൈസ് ട്രാപ്പ് ചെയ്യും. ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഈസി അല്ല നമുക്ക് ഇത് പ്ലേ ചെയ്യാൻ. സോ അതുവരെ ശ്രദ്ധിച്ച് പ്ലേ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി 50 minutes ടൈം ഫ്രെയിമിൽ കഴിയും. 50 minutes ടൈം ഫ്രെയിമിൽ ഞാനിപ്പോൾ എന്താ കാണുന്നത്, 50 minutes ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്തു, ABC and B. ഓക്കെ, AB ഡബിൾ ബോട്ടമാണ്. ഡബിൾ ബോട്ടം മീൻസ് എല്ലാവർക്കും അറിയാലോ. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് 1-2 പ്രാവശ്യമല്ല. ഡബിൾ ബോട്ടം എന്ന് പറയുന്ന പ്രൈസ് കറക്ഷൻ മൂവാണ്. ഇത് A, ഇത് B ആൻഡ് സിയുടെ മൂവ് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, സിയുടെ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പ്രൈസ് 1 2 3 4 5 ആൻഡ് ദെൻ 5th സ്റ്റിൽ എക്സ്റ്റൻഷനിലാണ്. റൈറ്റ്, 5th സ്റ്റിൽ ഇത് കണ്ട എക്സ്റ്റൻഷനിലാണ് 5th. ഓക്കെ, അതാണ് ഇനി നോക്കാനുള്ളത്. സോ മേ ബി ചാൻസസ് ഒരു പ്രൈസ് ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുമോ, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മുകളിൽ ഇപ്പോൾ റെസിസ്റ്റൻസ് എടുക്കുമോ, അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സോ കറക്ഷൻസ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. ഓവറോൾ ബുള്ളിഷ് സെറ്റപ്പ് ആയിട്ടില്ല. ABC ആയിട്ടാണ്. ഇമ്പൾസ് മൂവിയിൽ പോകണില്ല ഇപ്പോൾ പ്രൈസ്. ഇമ്പൾസ് മൂവിൽ പോയാലേ ശരിക്കും നമുക്ക് ആ ഒരു കൺഫർമേഷൻ കിട്ടുള്ളൂ. ഇമ്പൾസീവ് മൂവ് ഇപ്പോൾ കാണുന്നില്ല. എനിവേ എന്തായാലും 5th ഒരു ഇത് ABCയുടെ ഒരു ഇത് മൂവാണ് സ്മോൾ ടൈം ഫ്രെയിം പോകുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഇത് A, ഇത് B ആൻഡ് സിയുടെ റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, പെർഫെക്റ്റ്ലി 261.0 ആണ് സംഭവം. കണ്ട, ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പ്രൈസ് മനസ്സിലാക്കിയെടുക്കുക എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ABC ആണെങ്കിൽ എക്സാക്ട്ലി ABC അതുപോലെ വെച്ചാൽ മതി. ഇപ്പോൾ കണ്ട, ഞാൻ കാണിച്ചതല്ലോ ABC ആണല്ലോ. ABC നമ്മളെങ്ങനെ എക്സ്റ്റെൻഷൻ ഫിബനാച്ചി എക്സ്റ്റെൻഷൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ABCയുടെ A, ഇത് B. ഓക്കെ, ബിയുടെ ബോട്ടം പെർഫെക്റ്റ്ലി ഇത് ആൻഡ് സിയുടെ പെർഫെക്റ്റ്ലി റെസിസ്റ്റൻസ് ചെയ്ത്.
ഇന്നലെ 61.80% ടച്ച് ചെയ്ത് ഇനി വീണ്ടും ഗ്യാപ്പായി 261.80%. ദാറ്റ് മീൻസ് പ്രൈസ് സിയുടെ ഫിഫ്ത്ത് മൂവ് എക്സ്റ്റൻഷനിൽ ഓൺ ഗോയിങ് ആണ്. ഓക്കെ, സോ 261 പോയിന്റ് അബവ് പ്രൈസ് പോയി കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് 361.80%. എന്താ ഇവിടെ കട്ട റെസിസ്റ്റൻസ് ആണ് ഇത് വരുന്നത്. ഇത് 423.60%. പക്ഷേ 261 ആസ് പെർ ഞാൻ പഠിച്ചിരിക്കുന്ന ആ ഒരു 261.80% മാക്സിമം ഏരിയ ആണ്. മീൻസ് നല്ല കട്ട സോണാണ് ഫേസ് ചെയ്യാറുണ്ട്. സോ ഇത് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഇതിന് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ റെസിസ്റ്റൻസ് എടുത്ത് പ്രൈസ് വീണ്ടും താഴേക്ക് തന്നെ വരും. ഇനി സ്മോൾ ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്മോൾ ടൈം ഫ്രെയിം നമുക്ക് റീഡ് ചെയ്യാനാണെങ്കിൽ എങ്ങനെയാണ്? ഓക്കെ, സോ ഇത് നോക്കിക്ക് പ്രൈസ് എന്ത് ചെയ്തു? എ, ഇത് ബി, ഡബിൾ ടോപ്പ് ബി ആൻഡ് സിയുടെ ഫോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ബിയുടെ ബൗൺസ് ആണ്, ഇപ്പോൾ ഓൺഗോയിങ് ആണ്. എ ബി സി, ഇത് എ, ഇത് ബി ആൻഡ് ഇത് സി ആണ്. ഓക്കെ, സോ ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്തായിരിക്കും? ബിയുടെ ബൗൺസ് ഷാർപ്പ് വരണം. സോ ഷാർപ്പാണ് ഇപ്പോൾ ഓൺ ഗോയിങ്. സോ ബിയുടെ ബൗൺസ് വരുന്നു ആൻഡ് ബി മാക്സിമം എത്ര വരെ പോകും? ബി മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് 81.20% വരെ പോകും. ഓക്കെ, സ്മോൾ റെസിസ്റ്റൻസ് ആണ്. ഇൻ കേസ് 81.20% പോയാൽ 111% വരെ മാക്സിമം പോകും. 127% ടച്ച് ചെയ്താൽ ദാറ്റ് മീൻസ് പ്രൈസ് ബുള്ളിഷ് ആണ്. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ലൈവ് മാർക്കറ്റിലാണ് പ്രൈസ് പോകുന്നത്. സോ എന്തായാലും 81.20% നോക്കുക. 81% ഷാർപ്ലിയാണ് പോകുന്നത്. ഷാർപ്ലി പോകുന്നു 81. ഇൻ കേസ് 81.20% റിജക്ഷൻ എടുക്കണില്ല, പ്രൈസ് ഇതിൻ്റെ അബവ് പോകാൻ തുടങ്ങിയ, സോ നമ്മൾ പ്ലേ ചെയ്യുക 111% വരെ പ്ലേ ചെയ്യുക. 111% റിജക്ഷൻ എടുക്കുന്നതുകൊണ്ട് ഇല്ല. 111% റിജക്ഷൻ എടുക്കുകയാണെങ്കിൽ സോ ഡബിൾ ടോപ്പ് ചാൻസസ് ഉണ്ട്. ഡബിൾ ടോപ്പ് ഉണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും താഴേക്ക് വരും. ഓർ ഇതിൻ്റെ അഭാവ് കൂടി പോവുകയാണെങ്കിൽ സോ പിന്നെ 127.20%, 161. ബട്ട് ചാൻസസ് കുറവാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ക്ലിയർ ആയിട്ടും രണ്ട് റെസിസ്റ്റൻസ് ആണ് ഇവിടെ 24,975 ആൻഡ് ദെൻ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ 111% റേഷ്യോ. ഓക്കെ, സോ സ്മോൾ ടൈമിൽ സപ്പോർട്ടാണത്. ഓക്കെ, സോ മോസ്റ്റ്ലി ചാൻസസ് പ്രൈസ് ബിയുടെ ബൗൺസ് ആൻഡ് ദെൻ അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് സിയുടെ ഷെയറിലേക്ക് വരും. ഓക്കെ, സ്ലോ മൂവ് ഉണ്ടാവുള്ളൂ. ഈ ബൗൺസ് ഷാർപ്പാണെങ്കിൽ സിയുടെ ഫോൾ സ്ലോ താഴേക്ക് വരുള്ളൂ കേട്ടോ. സിയുടെ ഫോൾ വരികയാണെങ്കിൽ സോ ശ്രദ്ധിക്കുക, ഇതിൽ ഡിപ്പെൻഡാണ്, ഈ 2 റെസിസ്റ്റൻസിൽ ഡിപ്പെൻഡാണ് കേട്ടോ. 24,975 ആൻഡ് 24,030. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമുക്ക് ഉള്ളത്. സോ ട്രാപ്പ് ആവേണ്ട, മാർക്കറ്റാണ്, നോക്കിയിട്ടേ പ്ലേ ചെയ്യാവുള്ളൂ. വലിയ മൂവ്, ഇപ്പോൾ ഹ്യൂജ് മൂവ് ഇപ്പോൾ എനിക്ക് കാണുന്നില്ല. ഇതിനകത്ത് തന്നെ ഇവിടെ എവിടെയെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ മാർക്കറ്റ് എന്നാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ക്രൂഡ് ഓയിൽ അനാലിസിസ് എടുക്കാം. ഐ തിങ്ക് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. ക്രൂഡ് ഓയിൽ വെരി ബാഡ്ലി പ്രൈസ് പൊട്ടിയേക്കാനാണ്. ഈ നമ്മുടെ ന്യൂസ് ബേസ്ഡാണ്. സോ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ കൂടുതലൊന്നും പറയാതെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ചാർട്ട് ഒന്ന് നോക്കുക. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ ഇതിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ എടുക്കുക, കോപ്പി എടുക്കുക, ക്ലൂൺ ആൻഡ് ദെൻ ഐ തിങ്ക് ഇനി അങ്ങനെ ഒരു മൂവ് മാത്രമേ ക്രൂഡ് ഓയിലിൽ കാണുന്നുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ അകത്തായിരിക്കുള്ളൂ. കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്തിരുന്നാൽ തന്നെ വെറുതെ നമ്മൾ വേസ്റ്റ് ആയി പോകും. ബട്ട് യെസ്, ക്രൂഡ് ഓയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് വന്ന ഈയുടെ ഫോൾ, ബിയുടെ ബൗൺസ് ആൻഡ് വീണ്ടും സിയുടെ ഫോൾ ഓൺ ഗോയിങ് ആണ്. കുറച്ചുകൂടി താഴേക്ക് കിട്ടും. അതിന് ലെവൽസ് ചെക്ക് ചെയ്യാനാണെങ്കിൽ ബിഗർ ടൈം ഫ്രെയിം, സ്മോൾ ടൈം ഫ്രെയിം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇങ്ങനെ നമുക്ക് ലെവൽസ് ക്രൂഡ് ഓയിലിൽ നോക്കാം. ഓക്കെ, സോ 100% റേഷ്യോ, പിന്നെ 127 ആൻഡ് ഫർദർ ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫർദർ സപ്പോർട്ട്സ് ലെവൽസ്. ഓക്കെ, 127%, 141 ആൻഡ് ഫർദർ. ഓക്കെ, സോ ഇതാണ് ക്രൂഡ് ഓയിൽ. ഇനി വേഗം നമുക്ക് NG അനാലിസിസ് എടുക്കാം. എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, യെസ്, NG നമ്മൾ അന്ന് ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. പെർഫെക്റ്റ്ലി റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നതാണ് NG 1 2 3 4 5 ഡിഗ്രിയുടെ ഫോളാണ് ഐ തിങ്ക് ഇതിനകത്ത് ഇപ്പോൾ കാണുന്നത്. 1 2 3 4 5 1 2 3 4 5 ഡിഗ്രി ആൻഡ് ദെൻ 4th 5th അല്ല 1 2 3 4 ഇവിടെ 5 ഡിഗ്രി കംപ്ലീറ്റ് ആയി. ആൻഡ് ദെൻ വീണ്ടും 2 ടു ഫോൾ, ഇത് 3 ആണ്, ഇത് 4 ആണ് മേ ബി. സോ ഡിഗ്രി അല്ല, 4th ഫോളാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ. 4th ഫോളാണെങ്കിൽ മാക്സിമം 50% വരാവുള്ളൂ. ഓക്കെ, മാക്സിമം 50 or 61. ഇതാണ് സപ്പോർട്ട്സ് ഡെയിലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, 61.80%. ഇത് ബ്രേക്ക് ചെയ്യാനേ പാടില്ല. ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഭയങ്കര വീക്കായി എന്ന് പറയാം. ഓക്കെ,
സോ പ്രൈസ് മേ ബി 50% ആൻഡ് ദെൻ വീണ്ടും ഇവിടുന്ന് മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ടാകും. സപ്പോർട്ട്സ് ഇതാണ് ഇതിൻ്റെ എൻജിയുടെ, ഇത് റെസിസ്റ്റൻസ് ആയി. ഓക്കെ, ഇനി നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ഹോപ്പ് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും നിഫ്റ്റിയുടെ അനാലിസിസ് മോസ്റ്റ്ലി. സോ എല്ലാവരും ശ്രദ്ധിച്ച് വേണം പ്ലേ ചെയ്യാൻ. ബാങ്ക് നിഫ്റ്റി ഞാൻ അന്ന് റെസിസ്റ്റൻസ് ഷെയർ ചെയ്താൽ അവിടെ റെസിസ്റ്റൻസ് പെർഫെക്റ്റ്ലി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ട അന്ന് ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ കമൻറ്റ് ചെയ്യുക. മസ്റ്റായിട്ട് ഇത് കാണുന്ന ഒന്നുകൂടി ക്ലിയർ ആവും. ന്യൂ സബ്സ്ക്രൈബർ മോസ്റ്റ്ലി. ഓക്കെ, സോ ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് സപ്പോർട്ടായിട്ട് ഇപ്പോൾ മാറും ഇതിൻ്റെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഐ തിങ്ക് വീണ്ടും ABC ഇങ്ങനെ ആവാതിരുന്നാൽ മതി. അതാണ് ഇപ്പോൾ എൻ്റെ റെസിസ്റ്റൻസ് എടുത്ത് പ്രൈസ് താഴേക്ക് തന്നെ വരും. ഈ ഗ്യാപ്പ് ഫിൽ ചെയ്താൽ ഇപ്പോൾ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്താൽ വീണ്ടും പ്രൈസ് താഴേക്ക് തന്നെ വരും കേട്ടോ. ഫസ്റ്റ് ഈ ഗ്യാപ്പാണ് ഇപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട്. ഗ്യാപ്പിൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്യാപ്സിൻ്റെ വാല്യൂ. തേർഡ് വേവിൻ്റെ ഗ്യാപ്പ് ആണെങ്കിൽ ഇങ്ങനെ അത് അങ്ങനെ ഫില്ല് ചെയ്താൽ പിന്നെ വീക്ക്നെസ് സൈനാണ്. ഡിഗ്രി ഫില്ല് ചെയ്യാൻ പാടില്ല. സെൻസെക്സ് അത് തന്നെ. സെൻസെക്സിൽ നമുക്ക് ഇപ്പോൾ ചാർട്ട് ഡിഫറെൻ്റ് ആണ്. സെൻസെക്സിൻ്റെ നിഫ്റ്റിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഡിലീറ്റ് ചെയ്യുക. യെസ്, പ്രൈസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ്റെ അവിടെയാണ് ഇപ്പോൾ സെൻസെക്സ്. ഡെയിലി ടൈം ഫ്രെയിമിന് അതേ ഉള്ളൂ ഇതിനകത്ത്. സ്മോൾ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ പ്രൈസ് 1 2 3 ആയിട്ടാണ് ഇതിനകത്ത് പോകുന്നത് കേട്ടോ. യെസ്, 1 2 3 4 and 5 ഇത് 1 ഇത് 2 and തേർഡ് എക്സ്റ്റൻഷനാണ് ഇതിൻ്റെ. വെരി ഗുഡ്. തേർഡ് എക്സ്റ്റൻഷനാണെങ്കിൽ ഫിഫ്ത്ത്. യെസ്, ഞാൻ കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പർലി നിങ്ങൾക്ക് മറ്റേ ഇത് ഷെയർ ചെയ്യുന്നില്ല വീഡിയോസ്. ഇതൊക്കെ എല്ലാം ട്രേഡിങ് ഞാൻ വളരെ കുറവാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ തേർഡ് വേവിൻ്റെ ഗ്യാപ്പാണ് ഐ ഫീൽ. ഇത് അങ്ങനെയാണെങ്കിൽ ഫില്ല് ചെയ്യാൻ പാടില്ല ഈ ഗ്യാപ്പ്. ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറേണ്ടതാണ് സെൻസെക്സ്. ഇൻ കേസ് ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് സൈൻ ഓഫ് വീക്ക്നെസ് ആണ്. ഓക്കെ, വീണ്ടും ശ്രദ്ധിക്കുക. സെൻസെക്സിൽ നിഫ്റ്റിനേക്കാളും ഡിഫറെൻ്റ് ആണ് സിനാരിയോ. 1 2 3 4 5 1 ആയി, ഇത് 2 ആയി, ഇത് 3 ആയി. 3യുടെ 1 2 3 4 5 യെസ് എക്സാക്ട്ലി പോകുന്നത്. തേർഡ് മേ ബി മോർ എക്സ്റ്റൻഷനിൽ പോകാം. ഇൻ കേസ് ഇത് ഫോർത്തിൻ്റെ റീട്രേസ്മെൻ്റ് ആണെങ്കിൽ മാക്സിമം 38.20% വരാം, അത്രേ ഉള്ളൂ. കൂടുതൽ വരാൻ പാടില്ല. തേർഡ് എക്സ്റ്റൻഷനിലാണ്. സോ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ബട്ട് 38.20% വരെ മാക്സിമം ഫോൾ ആവേണ്ടതാണ്. ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ പിന്നെ നിൽക്കത്തില്ല കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മുടെ സെൻസെക്സിൻ്റെ അവസ്ഥ. ശ്രദ്ധിക്കുക, ഡിഫറെൻ്റ് ആണ്. നിഫ്റ്റിയിൽ വേറെയാണ്, സെൻസെക്സിൽ ഇപ്പോൾ വേറെയാണ് കേട്ടോ. രണ്ട് സിനാരിയോ ആണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. നിഫ്റ്റി മിഡ് ക്യാപ്സിലിറ്റി പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്സിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. ഈ ഒരു ചാനലിലാണ് ഇതിൻ്റെ സപ്പോർട്ട് തിരിച്ച് കയറുവാണെങ്കിൽ വാ സൂപ്പർ കണ്ട. ഞാനിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിഫ്റ്റി മിഡ് ക്യാപ്സിലിറ്റി ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുക. യെസ്, ഞാൻ അന്ന് ഡിസ്കസ് ചെയ്താലും നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഈ ഒരു ഇതിൻ്റെ അകത്താണ് മെഗാഫോണിൻ്റെ ഒരു ചാനൽ മറ്റേ ഇത് പറയാം, ഡയഗണൽ പാറ്റേൺ തന്നെ പറയാം. ഇത് കണ്ട പ്രൈസ് ഇതിൻ്റെ അകത്ത് ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ വീണ്ടും നമുക്ക് അപ്പ് സൈഡ് മൂവ് കിട്ടും. വെരി ഗുഡ് അപ്പ് സൈഡ് മൂവ് നമുക്ക് ഇതിനകത്ത് വീണ്ടും കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇതിൻ്റെ ഈ ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെ വീക്ക്നെസ് ആവും. അല്ലെങ്കിൽ ഇത് വീണ്ടും സ്ലോലി അപ്പ് മൂവ് തരും ആൻഡ് ദെൻ പ്രൈസ് ഫർദർ അപ്പ് സൈഡ് നമുക്ക് ഇതിനകത്ത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. നിഫ്റ്റി മിഡ് ക്യാപ്സിലൊക്കെ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോഴേ നെക്സ്റ്റ് വീഡിയോ എനിക്ക് തരാൻ പറ്റും. താങ്ക് യു സോ മച്ച്.